إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ, സർവശക്തനായ റബ്ബു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണേ എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അവൻ ഇഷ്ടപ്പെടുന്ന, അവൻ്റെ പൊരുത്തം ലഭിക്കുന്ന ധന്യമായ കറകളഞ്ഞ ജീവിതം നയിക്കുവാനും റാഹത്തായി ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് സ്വർഗത്തിൻ്റെ അവകാശികളായി മരിച്ചു പോകാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. മനുഷ്യത്വമുള്ള സ്നേഹബന്ധങ്ങൾക്ക് സ്ഥാനവും പവിത്രതയും കൽപ്പിക്കുന്ന, ഏതൊരു മനുഷ്യൻ്റെയും മനസ്സിനെ അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന, നൊമ്പരപ്പെടുത്തുന്ന, ഹൃദയഭേദകമായ, വളരെ ഭീകരമായ രണ്ട് വാർത്തകളാണ്, സംഭവങ്ങളാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ, പത്രത്താളുകളിലൂടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നത്. അതിലൊന്ന്, 10 മാസം ഗർഭം ചുമന്ന് നൊന്ത് പ്രസവിച്ച് പോറ്റി വളർത്തി വലുതാക്കിയ
ഉമ്മയെ, തൻ്റെ മാതാവിനെ മൃഗീയമായി അതിദാരുണമായി കൊന്നൊടുക്കിയ ഒരു മകന്റെ വാർത്തയാണ്. ഉമ്മയെ അത്യന്തം ദുഷ്കരമായ അവസ്ഥയിലൂടെ കൊന്നുകളഞ്ഞിട്ട് പോലും അതിനുശേഷം പോലും എൻ്റെ സ്വന്തം ഉമ്മയാണല്ലോ ഞാൻ വധിച്ചു കളഞ്ഞത് എന്ന ഒരു തെല്ലും കുറ്റബോധമില്ലാതെ, യാതൊരു കുലുക്കമോ കൂസലോ ഇല്ലാതെ, എൻ്റെ ഉമ്മ എന്നെ നൊന്തു പ്രസവിച്ചതിന് എനിക്ക് ജീവൻ നൽകിയതിനുള്ള ശിക്ഷയാണ് ഞാൻ കൊടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വിചിത്രമായ വാക്കുകളുമായി നിയമപാലകർക്ക് മുമ്പിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ വാർത്തയാണ് നമ്മൾ വായിക്കുകയുണ്ടായത്. മറ്റൊന്ന്, ജീവിതത്തിൽ വിജയിക്കാൻ ആവശ്യമായ ഒരുപാട് വിജ്ഞാനങ്ങൾ പകർന്നു നൽകുന്ന, എല്ലാ അധ്യാപകരുടെ മനസ്സിനെ അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന ഒരു അധ്യാപകനോട് ഒരു +1 കാരനായ ഒരു വിദ്യാർത്ഥി, അതും പ്രധാന അധ്യാപകനായ അധ്യാപകന്റെ ഓഫീസിൽ വെച്ച് അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി അദ്ദേഹത്തിനെതിരെ തെറി വിളിക്കുന്ന, അദ്ദേഹത്തോട് ദേഷ്യപ്പെടുന്ന, ഒരല്പനേരത്തേക്ക് തൻ്റെ മൊബൈൽ ഫോൺ പിടിച്ചു വെച്ചു എന്ന ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ നിങ്ങളെ ഞാൻ കൊന്നുകളയും, നിങ്ങളെ ഞാൻ തീർത്തു കളയും, പുറത്തേക്ക് കിട്ടിയാൽ നിങ്ങളെ ഞാൻ ഇല്ലാതാക്കി മാറ്റും എന്ന് പറഞ്ഞ അധ്യാപകനെ ഭീഷണിപ്പെടുത്തുന്ന ഒരു ചെറിയ കുട്ടിയുടെ വാർത്തയാണ് രണ്ടാമതായും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ 2 സംഭവത്തെ തുടർന്ന് നമ്മൾ ചിന്തിക്കേണ്ടുന്ന, മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങളാണ് അല്പം ഗൗരവത്തോടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി പറഞ്ഞ സ്വന്തം ഉമ്മയെ വരെ ഈ രൂപത്തിൽ കൊന്നുകളയാൻ ഇത്തരം മക്കൾ എന്തുകൊണ്ട് മുന്നിലേക്ക് കടന്നു വരുന്നു? എങ്ങനെ ഈ മക്കൾക്ക് സ്വന്തം ഉമ്മയെ ഈ രൂപത്തിൽ വധിച്ചു കളയാൻ അവരുടെ മനസ്സ് എങ്ങനെയാണ് പാകപ്പെടുന്നത്? ആ ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് ഈ മക്കൾ എങ്ങനെയാണ് എത്തിപ്പെടുന്നത് എന്നതാണ് നമ്മളിവിടെ അടിസ്ഥാനപരമായി ചിന്തിക്കേണ്ട ഒരു കാര്യം. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു സംഭവത്തിൽ നമ്മൾ കാണുന്ന ഈ കുറ്റവാളിയായ ഈ വെറും 21 22 മാത്രം പ്രായമുള്ള ഈ മകൻ ഇങ്ങനെ ചെയ്യുന്ന തരത്തിലേക്ക് അവന്റെ മനസ്സിന്റെ മനോഭാവം മാറാനുള്ള കാരണം അവൻ മദ്യത്തിനും മയക്കുമരുന്നിനുമെല്ലാം ലഹരി പദാർത്ഥങ്ങൾക്കെല്ലാം അടിമയായ ഒരു ചെറുപ്പക്കാരനായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ ഒരു മനുഷ്യന്റെ, ശരിയായ മനുഷ്യന്റെ ബുദ്ധിയെയും അവന്റെ വിവരത്തെയും അവന്റെ ചിന്താമണ്ഡലത്തെയും അവന്റെ പരിസര ബോധത്തെയും എല്ലാം നഷ്ടപ്പെടുത്തുന്ന, എത്ര വലിയ നീചവൃത്തിയിലേക്ക് ചെന്നെത്തിപ്പെടാൻ വരെ അവനെ പ്രേരിപ്പിക്കുന്ന ഒരു മഹാമാരിയാണ് മദ്യമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അതിനെ സംബന്ധിച്ച് കൃത്യമായി ഓർമ്മപ്പെടുത്തിയത്. അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് റബ്ബ് പറയുകയാണ്, സത്യവിശ്വാസികളെ നിങ്ങൾ അറിയണം, ഇന്നമൽ ഖംറു മദ്യമെന്ന് പറയുന്നത്, വൽ അൻസാബു വൽ മൈസിറു ചൂതാട്ടമെന്ന് പറയുന്നത്, വൽ അൻസാബു പ്രതിഷ്ഠകളും, വൽ അൻസാബു പ്രശ്നങ്ങൾ നോക്കാനുള്ള ജാഹിലിയ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന അമ്പുകോലുകളുമെല്ലാം മിൻ അമലി ശൈത്താൻ മനുഷ്യന്റെ മുഖ്യ ശത്രുവായ ശൈത്താനിന്റെ പ്രവർത്തനങ്ങളിൽ പെട്ടതാണ്, നീചവൃത്തികളിൽ പെട്ടതാണ്. ഫജ്തനിബൂ, അതുകൊണ്ട് വിശ്വാസികളെ നിങ്ങൾ അതിൽ നിന്നും മാറി നിൽക്കണം, നിങ്ങൾ അത്തരം പ്രവർത്തനങ്ങളെ വെടിഞ്ഞു മാറി നിൽക്കണം.
ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങൾക്ക് വിജയം ആവശ്യമാണെങ്കിൽ, നിങ്ങൾ വിജയം കൊതിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അതാണ് ഏറ്റവും ഉത്തമം എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുകയാണ്. തുടർന്ന് വീണ്ടും അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാഅ ഫിൽ ഖംറി വൽ മൈസിർ വയസുദ്ദകും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാ. തീർച്ചയായും ഈ ശൈത്താൻ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ, കള്ളകുടിയിലൂടെ, അതുപോലെ തന്നെ ചൂതാട്ടവും കോലുകളുമുള്ള ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ പിശാച് ഉദ്ദേശിക്കുന്നത് എന്താണ്? അയ്യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ. നിങ്ങൾക്കിടയിൽ പരസ്പരം ശത്രുത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, പരസ്പരം തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് പിശാച് പരിശ്രമിക്കുന്നത്. വയസുദ്ദകും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാ. അല്ലാഹുവിന്റെ സ്മരണയിൽ നിന്നും അതുപോലെ തന്നെ നമസ്കാരത്തിൽ നിന്നും പിശാച് നിങ്ങളെ തെറ്റിക്കുകയാണ്. ഫഹൽ അൻതും മുൻതഹൂൻ. നിങ്ങൾ ഇതിൽ നിന്ന് വിരമിക്കാറായിട്ടില്ലേ? നിങ്ങൾക്കൊന്ന് വിരമിച്ചുകൂടെ? ഈ മദ്യത്തിൽ നിന്നുമെല്ലാം നിങ്ങൾക്ക് മാറി നിന്നുകൂടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല വളരെ കൃത്യമായി അതിന്റെ അപകടത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ച കാര്യമാണ്. എന്നാൽ ഇന്ന് പല ആളുകളും മദ്യത്തിന് വേണ്ടി അതിന്റെ പോഷക ഗുണങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് അതിൽ യാതൊരു പ്രശ്നവുമില്ല, അത് സമാധാനം നൽകുന്ന ഒന്നാണ്, നല്ല പാനീയമാണ്, ഒരു പ്രശ്നവുമില്ല, ആവശ്യമുള്ളവർക്ക് യഥേഷ്ടം അത് കുടിച്ച് രസിച്ച് കളിച്ച് ജീവിക്കാം, അതിനൊന്നും കുഴപ്പമില്ല എന്ന മട്ടിൽ സംസാരിക്കുന്ന, ശബ്ദിക്കുന്ന ചെറുപ്പക്കാരെ, വിദ്യാർത്ഥി വൃന്ദങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. എന്തിനേറെ സമൂഹത്തെ നല്ല രൂപത്തിൽ, സമൂഹത്തിൽ മാറ്റമുണ്ടാക്കേണ്ടുന്ന, പരിഷ്കാരങ്ങൾ ഉണ്ടാക്കേണ്ടുന്ന അത്തരം ആളുകൾ പോലും ഈ മദ്യത്തിന് വേണ്ടി, മദ്യത്തിലൂടെ സാമ്പത്തിക നിലവാരം വർദ്ധിപ്പിക്കാനുള്ള ചിന്തകളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ രൂപത്തിൽ മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവണതയാണ് നമുക്ക് അത്തരം ആളുകളുടെ ഭാഗത്ത് നിന്ന് പോലും കാണാൻ സാധിക്കുന്നത് എന്നതാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു, ഈ മദ്യം എന്ന് പറയുന്നത് അൽ ഖംറു ഉമ്മുൽ ഖബായിസ്, എല്ലാ സകല മ്ലേച്ഛ വൃത്തികളുടെയും മാതാവാണ്, കേന്ദ്ര ബിന്ദുവാണ് മദ്യമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു. തുടർന്ന് ഹദീസിൽ പ്രവാചകൻ പറഞ്ഞു, ഫമൻ ശരിബഹ, ഒരാൾ മദ്യപിച്ചാൽ ലം തുഖ്ബൽ സ്വലാത്തുഹു 40 യൗമ, അവന്റെ 40 ദിവസത്തെ നമസ്കാരം വരെ അല്ലാഹു സ്വീകരിക്കില്ല എന്നാണ്. ഫഇൻ മാത, അവൻ അങ്ങനെ വഹിയ ഫീ ബത്നിഹി, മദ്യം അവന്റെ വയറ്റിലുള്ള അവസ്ഥയിൽ അവൻ മരിച്ചു പോയാൽ മാത മൈതതൻ ജാഹിലിയ, ജാഹിലിയ കാലഘട്ടത്തിലുള്ള ജാഹിലിയായ ഒരു മനുഷ്യൻ മരിച്ചു പോകുന്നത് പോലെയുള്ള ഒരു മരണമാണ് അവനക്ക് ഉണ്ടാവുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത്രയും അപകടകരമാണ് ഈ മദ്യം എന്ന് പറയുന്നത്. ബാക്കി എല്ലാ അതിനേക്കാളും വലിയ മാരകമായ തിന്മകളും തോന്നിവാസങ്ങൾ ചെയ്യാൻ നിമിത്തമാകുന്നത് ഈ മദ്യമാണ്. അതിന് ഏറ്റവും കൃത്യമായ ഒരു ഉദാഹരണമാണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു വെച്ച ഒരു ചരിത്ര സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പുള്ള കാലത്ത് നടന്ന ഒരു സംഭവം അദ്ദേഹം പഠിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഇജ്തനിബുൽ ഖംറ ഫഇന്നഹ ഉമ്മുൽ ഖബായിസ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുക്കാണ്, നിങ്ങൾ മദ്യത്തിൽ നിന്ന് മാറി നിൽക്കണം, അത് എല്ലാ മ്ലേച്ഛ വൃത്തികളുടെയും മാതാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് തുടർന്നൊരു സംഭവം പറയാണ്. ഒരു നാട്ടിൽ ഒരു നല്ല ആബിദായ, മുത്തഖിയായ, അങ്ങേയറ്റം തഖ്വയോടുകൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ഭയപ്പെട്ട് ജീവിച്ചിരുന്ന ഒരു നല്ല ആബിദായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. എന്നാൽ ആ നാട്ടിൽ ഒരു രാജ്ഞി ഉണ്ടായിരുന്നു. അവർക്കാണെങ്കിലും നല്ല പുരുഷന്മാരെ കിട്ടിയാൽ അവരുടെ ലൈംഗിക ആവശ്യങ്ങൾക്കും താല്പര്യങ്ങൾക്കും വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന മനസ്സുള്ള ഒരു പെണ്ണായിരുന്നു. അങ്ങനെ ഇങ്ങനെ ഒരു ആബിദായ നല്ലൊരു മനുഷ്യനുണ്ട് എന്നറിഞ്ഞപ്പോ ആ മനുഷ്യന് തന്റെ വശത്തിലാക്കണം, തന്റെ കെണിയിൽ പെടുത്തണം എന്ന് തീരുമാനിക്കുകയാണ് ആ പെണ്ണ്. എന്നിട്ട് തന്റെ വേലക്കാരിയോട് പോയി പറഞ്ഞു, ആ ആബിദായ നല്ല മനുഷ്യനെ എന്റെ വസതിയിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ ഈ വേലക്കാരിയായ പെണ്ണ് പോയി ആ മനുഷ്യന്റെ അടുക്കൽ ചെന്ന് കൊണ്ട് പറഞ്ഞു, നിങ്ങളെ ഞങ്ങളുടെ രാജ്ഞി വിളിക്കുന്നുണ്ട്,
നിങ്ങൾ നല്ല മനുഷ്യനാണല്ലോ, കള്ളം പറയാണ്, നിങ്ങൾ നല്ല മനുഷ്യനാണല്ലോ, അതുകൊണ്ട് ഒരു കാര്യത്തിന് സാക്ഷി പറയാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. അപ്പൊ നല്ല കാര്യത്തിന് വേണ്ടിയല്ല എന്ന് കരുതി ഈ മനുഷ്യൻ പോയി എന്നാണ്. അങ്ങനെ അവിടെ എത്തി, ആ കൊട്ടാരത്തിലെത്തി. അങ്ങനെ ഈ മനുഷ്യൻ എത്തുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ബാക്കിലുള്ള എല്ലാ വാതിലുകളിലും ഇങ്ങനെ അടക്കുകയാണ്, അടച്ചു പൂട്ടുകയാണ്. അങ്ങനെ അവസാനം ഈ പെണ്ണിന്റെ രാജ്ഞിയുടെ അരികിലേക്ക് എത്തിയപ്പോൾ പറഞ്ഞു, ഞാൻ നിങ്ങളെ ക്ഷണിച്ചത് സാക്ഷി പറയാനൊന്നുമല്ല, മറിച്ച് 3 കാര്യങ്ങൾ ഇവിടെ ഉണ്ട്, അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ എന്തായാലും ചെയ്യണം. അതിലൊന്ന് പറഞ്ഞത്, ഒന്നുകിൽ നിങ്ങൾ കള്ളു കുടിക്കുക, മദ്യപിക്കുക, അതല്ലെങ്കിൽ ഞാനുമായി നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം, അതുമല്ലെങ്കിൽ ഇവിടെ ഒരു കുട്ടിയുണ്ട്, ഒരു ഗുലാമുണ്ട്, ആ കുട്ടിയെ നിങ്ങൾ കൊന്നുകളയണം. ഇത് 3-ൽ ഏതെങ്കിലും ഒന്ന് ചെയ്യാതെ നിങ്ങൾക്കൊരിക്കലും ഇനി പുറത്തേക്ക്, പുറംലോകം നിങ്ങൾ കാണൂല എന്ന് പറഞ്ഞ് പേടിപ്പിച്ചു. അധികാരത്തിന്റെ പുറത്ത് അതിന്റെ സ്വാധീനം കൊണ്ട് പേടിപ്പിച്ചു. ആ മനുഷ്യൻക്ക് ഈ 3-ൽ ഏതെങ്കിലും ഒന്ന് ചെയ്യാതെ നിർവാഹമില്ലാത്ത അവസ്ഥ ഉണ്ടായി. അവസാനം ഈ 3-ൽ ഏറ്റവും കുറ്റം കുറഞ്ഞത്, അല്ലെങ്കിൽ താരതമ്യേന അപകടം കുറഞ്ഞത് മദ്യമാണല്ലോ. കൊല്ലുന്നതിനേക്കാളും വ്യഭിചരിക്കുന്നതിനേക്കാളും താഴെത്തട്ടിലുള്ളതാണ് മദ്യം എന്ന നിലക്ക് ആ മനുഷ്യൻ മദ്യപിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ എന്താണ് സഹോദരങ്ങളെ സംഭവിച്ചത്? അദ്ദേഹം മദ്യപിച്ചു. അദ്ദേഹത്തിന്റെ ബുദ്ധി നഷ്ടപ്പെട്ടു, നിയന്ത്രണം നഷ്ടപ്പെട്ടു, പരിസര ബോധം നഷ്ടപ്പെട്ടു. അങ്ങനെ അദ്ദേഹം ആ പെണ്ണുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അതിനുശേഷം ആ കുട്ടിയെ കൊന്നുകളയുകയും ചെയ്തു. ഈ 3 കുറ്റവും ആ മനുഷ്യൻ ചെയ്തു. എന്താണ് കാരണം? ആദ്യം ചെയ്ത പണി എന്താണ്? മദ്യമാണ്. മദ്യപിച്ചു, അതിലൂടെ നിയന്ത്രണം വിട്ടു, അങ്ങനെ ബാക്കി എല്ലാ തെറ്റും ചെയ്തു. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അൽ ഖംറു ഉമ്മുൽ ഖബായിസ്, എല്ലാ തോന്നിവാസങ്ങളുടെയും മാതാവാണ് മദ്യം എന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്. നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ബസ്സിലൊക്കെ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിലൊക്കെ ചില മനുഷ്യന്മാരെ നമുക്ക് കാണാൻ പറ്റും. ഒരു പരിസര ബോധവുമില്ലാതെ, എന്താണ് തൊള്ളയിലൂടെ പറയുന്നതെന്ന ബോധമില്ലാതെ എന്തൊക്കെയോ പിച്ചുമ്പയും വിളിച്ചു പറയുന്ന, മദ്യപിച്ച് ഇങ്ങനെ കുലുങ്ങി മറ്റുള്ള യാത്രക്കാർക്ക് പ്രയാസമുണ്ടാക്കുന്ന രൂപത്തിൽ നടക്കുന്ന കുറെ മനുഷ്യന്മാരെ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ആളുകൾക്ക് ശല്യമുണ്ടാകുന്ന, ഒരുപാട് പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന ആ രൂപത്തിലേക്കുള്ള അവസ്ഥാവിശേഷത്തിലേക്കാണ് ഈ മദ്യം എന്ന് പറയുന്ന ഈ ഒരു പാനീയം നാം നുകരുന്നതിലൂടെ നമ്മൾ എത്തിപ്പെടുന്നത് എന്നുള്ളതാണ്. മദ്യം മാത്രമല്ല, സമാനമായ എല്ലാ ലഹരി പദാർത്ഥങ്ങളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ ഭാഷയിൽ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. പ്രവാചകൻ പറഞ്ഞു, കുല്ലു മുസ്കിരിൻ ഹറാം. ലഹരി ഉണ്ടാക്കുന്ന, മനുഷ്യന്റെ ബുദ്ധിക്ക് പ്രയാസമുണ്ടാക്കുന്ന എന്തൊക്കെയുണ്ടോ അതിന് റസൂലിന്റെ കാലത്തില്ലെങ്കിലും അത് നിഷിദ്ധമാണ് എന്ന അർത്ഥത്തിൽ പ്രവാചകൻ പഠിപ്പിച്ചു. സിഗരറ്റ് വലിക്കുന്ന ആളുകൾ ചിലപ്പോൾ ന്യായം പറയാറുണ്ട്, അള്ളാന്റെ റസൂലിന്റെ കാലത്ത് എവിടെയാ സാധനം, അതുകൊണ്ട് അതിന് പ്രശ്നമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ടത് ഈ ഹദീസാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞു, ലഹരി ഉണ്ടാക്കുന്ന എല്ലാം നിഷിദ്ധമാണ്. അങ്ങനെ വരുമ്പോൾ ഇത്തരം സാധനങ്ങളൊക്കെയും ലഹരി ഉണ്ടാക്കുന്നതാണ്. ആ രൂപത്തിൽ മറ്റുള്ള ആളുകൾക്കും നമുക്കും നമ്മുടെ ശരീരത്തിനും നമ്മുടെ ബുദ്ധിക്കുമെല്ലാം പ്രയാസം ഉണ്ടാക്കുന്നതാണ്. അത് ഖുർആനിലും അള്ളാഹു പഠിപ്പിച്ച ഒരു അടിസ്ഥാന തത്വമാണ്. വലാ തുൽഖൂ ബിഐദീകും ഇലത് തഹ്ലുക. ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, നിങ്ങളെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഏതൊരു കാര്യത്തിലും നിങ്ങൾ ചെന്ന് ചാടരുത്, എല്ലാത്തിനും മാറി നിൽക്കണമെന്നാണ്. അപ്പൊ ആ രൂപത്തിൽ നമുക്ക് പ്രയാസമുണ്ടാക്കുന്ന, മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എല്ലാ കാര്യത്തിനും മാറി നിൽക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർബന്ധമായ കാര്യമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രത്യേകിച്ച് യുവാക്കളായ ആളുകളൊക്കെയും വളരെ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയമാണ്. ഒരിക്കലും ഈ ഒരു തെറ്റിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ പാടില്ല. ഒരു തവണ നമ്മുടെ സുഹൃത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടായിരിക്കും ഒരുപക്ഷെ നമ്മളത് സേവിക്കുന്നത്. അത് മതി നമ്മുടെ ജീവിതം തകരാൻ. അത് മതി നമുക്ക് നിയന്ത്രണം വിട്ട് പരിസര ബോധമില്ലാതെ ഉപ്പയാരാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം, എന്റെ ഭാര്യ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം, എന്റെ അധ്യാപകൻ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം, ഇങ്ങനെ ആരെയും തിരിച്ചറിയാൻ കഴിയാത്ത വിധം, ആരോടും എന്ത് തോന്നിവാസം വിളിച്ചു പറയുന്ന ആരെയും കൊന്നൊടുക്കാൻ വരെ, ഈ പറഞ്ഞ രൂപത്തിൽ, നേരത്തെ പറഞ്ഞ രൂപത്തിൽ സ്വന്തം മാതാവിനെ വരെ അറുങ്കൊല ചെയ്യാൻ വരെ തുനിയുന്ന അവസ്ഥയിലേക്ക്, സ്ഥിതിഗതിയിലേക്ക് കാര്യങ്ങൾ മാറും ഇത് സേവിച്ചാൽ. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ അതിന് കടിഞ്ഞാലിടണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആദ്യം തന്നെ അതിന് കടിഞ്ഞാനിട്ടാൽ നമുക്ക് പരിഹാരമുണ്ടാകും. അല്ല എങ്കിൽ ഒരു തവണ അല്ലെങ്കിൽ 2 തവണ നമ്മൾ അത് തുടങ്ങി വെച്ചാൽ നിർത്താൻ കഴിയാത്ത വിധം അതിന് അടിമപ്പെട്ട് ജീവിതം മുഴുവനും നാശനഷ്ടത്തിലായി മാറുന്ന വലിയ ദുരന്തപൂർണമായ സ്ഥിതിഗതിയിലേക്ക് നമ്മൾ എത്തിപ്പെടുമെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം തെമ്മാടിത്തരങ്ങളിൽ നിന്ന്
ഈ നീച വൃത്തിയിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക. അള്ളാഹു അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരിക്കൽ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി ഒരു ജനാസ കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ വാഹനപ്പുറത്തേക്ക് ഇങ്ങനെ കയറാൻ നിൽക്കുന്ന സമയത്ത് ആ തൻ്റെ വാഹനത്തിന്റെ റിക്കാബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒട്ടകപ്പുറത്തൊക്കെ കയറാൻ വേണ്ടി അതിൻ്റെ താഴെയുള്ള നമ്മൾ കാൽപാദം ചവിട്ടാനുള്ള ഒരു ഇരുമ്പിന്റെ കഷ്ണത്തിനാണ് റിക്കാബ് എന്ന് പറയുന്നത്. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ചവിട്ടാൻ നോക്കുന്ന സമയത്ത് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിനെ പിടിച്ച് അദ്ദേഹത്തിന് ഒരു സഹായിയായി മാറി. അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്തു, സഹായം ചെയ്തു, അത് പിടിച്ചു കൊടുത്തു. ഇത് കൊടുത്തപ്പോ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് ആശ്ചര്യം തോന്നി. അദ്ദേഹം ചോദിച്ചു, അതമസ്സകു ലി വഅൻത ഇബ്നു അമ്മി റസൂലില്ലാഹ്, അല്ലയോ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ്, താങ്കൾ എന്തിനാണ് ഇത് ചെയ്യുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ. താങ്കളാവട്ടെ ഇബ്നു അമ്മി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂലിന്റെ സഹോദര പുത്രനാണല്ലോ താങ്കൾ എന്തിന് എനിക്കിത് ചെയ്തു തരണം എന്ന് പറഞ്ഞപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്ന ഹാകദാ നസ്നഉ ബിഉലമാഇന, അതെ, ഞങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ പണ്ഡിതന്മാരായ അറിവുള്ള ആളുകളെ അനുസരിക്കുന്നത്, അവരോട് ഞങ്ങൾ ഇങ്ങനെയാണ് വർത്തിക്കുന്നത്, അങ്ങനെയാണ് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു കൊടുത്തു എന്നാണ്. പ്രിയമുള്ളവരെ, അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് വളരെ പവിത്രമായ, പുണ്യകരമായ, പ്രതിഫലാർഹമായ ബന്ധമാണ്. കേവലം ക്ലാസ് റൂമുകളിൽ മാത്രം ഒതുങ്ങേണ്ടുന്നൊരു ബന്ധമല്ല. എന്നാൽ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഇന്ന് കാണുന്ന വാർത്ത, അറിവെന്ന് പറയുന്ന ഈ ലോകത്ത് ഏറ്റവും മൂല്യമേറിയ ആ വിജ്ഞാനം പഠിപ്പിച്ചു കൊടുത്ത അധ്യാപകർക്ക് നേരെ തിരിയുന്ന മക്കളെയാണ്, വിദ്യാർത്ഥികളെയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. നമ്മൾ ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ മാത്രമാണ് പ്രത്യേകമായും കാണുന്നതും ചർച്ച ചെയ്യുന്നതുമെങ്കിലും ഇതല്ലാത്തതായ സമാനമായ എത്ര സംഭവങ്ങളാണ് സ്കൂളുകളിലും മദ്രസകളിലൊക്കെ സംഭവിക്കുന്നത്. അധ്യാപകരോട് യാതൊരു ബഹുമാനമോ അനുസരണയോ ഇല്ലാതെ, അധ്യാപകനൊന്ന് തുറച്ചു നോക്കി എന്നതിന്റെ പേരിൽ, അധ്യാപകനൊന്ന് തനിക്കെതിരെ ഒച്ചത്തിൽ സംസാരിച്ചു എന്നതിന്റെ പേരിൽ, താൻ ചെയ്ത കുറ്റത്തിന് തന്നെ ചോദ്യം ചെയ്തു എന്നതിന്റെ പേരിൽ, പഠിക്കാതെ ക്ലാസ് റൂമിൽ കളിച്ചു നടക്കുന്നതിന്റെ പേരിൽ അവനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു എന്നതിന്റെ പേരിൽ, ഇങ്ങനെ അധ്യാപകൻ എന്ന നിലക്ക് നിർബന്ധമായും ചെയ്യേണ്ടുന്ന അധ്യാപകന്റെ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായി വരുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും നിങ്ങളാരാ എന്നെ ചോദ്യം ചെയ്യാൻ? നിങ്ങൾക്ക് വേണമെങ്കിൽ പാഠപുസ്തകത്തിലുള്ളത് അതിന്റെ ഉള്ളിലുള്ളത് പഠിപ്പിച്ച് പോയാൽ പോരെ. നിങ്ങൾ എന്തിന് എന്റെ ചോദ്യം ചെയ്യണം? നിങ്ങൾ അതിന് തുനിയേണ്ടതില്ല. എന്നെ തല്ലാൻ നിങ്ങളായിട്ടില്ല, എന്നെ തുറിച്ചു നോക്കാൻ നിങ്ങളായിട്ടില്ല, എന്റെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കേണ്ടതില്ല. ഞാൻ ക്ലാസ് റൂമിൽ വരും, വേണമെങ്കിൽ ഇരിക്കും, അല്ലെങ്കിൽ കളിക്കും, അല്ലെങ്കിൽ പുറത്തു പോകും. നിങ്ങൾ നിങ്ങളുടെ മേൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം ചെയ്താൽ മതി. പുസ്തകത്തിലുള്ളത് പറഞ്ഞ് സമയമാകുമ്പോൾ ബെല്ലടിക്കുമ്പോൾ പോയാൽ മതി. കൂടുതൽ സംസാരിക്കാൻ വരേണ്ടതില്ല എന്ന രൂപത്തിൽ അധ്യാപകരോട് ഒരു അല്പം പോലും അനുസരണ ഇല്ലാത്ത വിധം, സ്നേഹ ബഹുമാനാദരവില്ലാത്ത വിധമാണ് ഇന്നത്തെ വിദ്യാർത്ഥികൾ സംസാരിക്കുന്നത്. ഇങ്ങനെ ധാരാളം വാർത്തകളാണ് നമ്മൾ ശരിക്കൊന്ന് പരിശോധിച്ചാൽ ഓരോ സ്കൂളുകളിലും മദ്രസകളിലും ധാരാളമായി സംഭവിക്കുന്നത്. അതിൽ ഒന്ന് മാത്രമാണ് നമ്മൾ ഈ ഒരു വലിയ രൂപത്തിൽ, വലിയ തോതിൽ ചർച്ചാ വിഷയമായി നമ്മൾ കണ്ടത് എന്ന് മാത്രം. സത്യത്തിൽ ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലാസ് റൂമിൽ എത്തുക എന്നുള്ളത് ഒരു നല്ല നിറവർണ്ണങ്ങളിലുള്ള പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പൂന്തോട്ടത്തിലേക്ക് എത്തുമ്പോഴുള്ള ഒരു പ്രതീതിയാണ് ഒരു അധ്യാപകന് ശരിക്കും ലഭിക്കേണ്ടത്.
കാരണം അത്രയും നല്ല ആസ്വാദ്യകരമായ, ഏറ്റവും നല്ല ആസ്വദിച്ച് ആനന്ദത്തോടുകൂടി, അഭിമാനത്തോടുകൂടി, സന്തോഷത്തോടുകൂടി നിർവഹിക്കാൻ പറ്റുന്ന ഒരു സേവനമാണ്, ഉത്തരവാദിത്വമാണ് സത്യത്തിൽ അധ്യാപനം എന്ന് പറയുന്നത്. ഒരുപക്ഷെ മറ്റുള്ള ജോലികളെ ഈ അധ്യാപനം എന്ന ജോലിയുമായി നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ മറ്റുള്ള ഒരു ജോലിക്കും ഇല്ലാത്ത വിധം നല്ല ആസ്വാദനമാണ് അധ്യാപനത്തിലൂടെ സംഭവിക്കുന്നത്. കാരണം പഠിപ്പിക്കുന്നതിലൂടെ പഠിപ്പിക്കുന്ന വ്യക്തിയുടെ അറിവും വർദ്ധിക്കാണ്, കൂലി ലഭിക്കാണ്, കുട്ടികളുടെ സ്നേഹം ലഭിക്കാണ്. അതിലൂടെ ആ രൂപത്തിൽ അധ്യാപകന് ശ്രദ്ധേയമാവാണ്. ഇങ്ങനെ മറ്റുള്ള ആളുകൾക്ക് മുമ്പിൽ ഒരു പ്രകാശം വീശുന്ന വിളക്ക് മാടമായിട്ടാണ് ഓരോ അധ്യാപകനും കടന്നു വരേണ്ടത്. എന്നാൽ നേരെ തിരിച്ചാണ് ഇന്ന് സംഭവിക്കുന്നത്. ഇന്ന് ക്ലാസ് റൂമിലേക്ക് ഒരു അധ്യാപകൻ കടന്നു വരുന്നത് ഒരു സിംഹക്കൂട്ടിലേക്ക് കടന്നു കയറുന്ന ഒരു പ്രതീതിയോടുകൂടിയാണ്. എന്ന് പറഞ്ഞാൽ പേടിയാണ്. അധ്യാപകന് പേടിയാണ്. 40 മിനിറ്റ് ആണ് പീരീഡ് ഉള്ളതെങ്കിൽ ഈ 40 മിനിറ്റ് എപ്പോഴാണ് കഴിയുക എന്ന് ചിന്തിച്ചിട്ടാണ് ഒരു അധ്യാപകൻ കയറേണ്ട സ്ഥിതിയാണ്. കാരണം എന്നെ ഇവർ കളിയാക്കുമോ, പരിഹസിക്കുമോ? ഞാൻ ക്ലാസ് റൂമിൽ എന്തെങ്കിലും ഒരു ഉദാഹരണം പറഞ്ഞാൽ ആ ഉദാഹരണത്തെ പിടിച്ചു തൂങ്ങി പിന്നെ എന്നെ കളിയാക്കുമോ? അതിന്റെ പേരിൽ എന്നെ ഇവർ വഷളാക്കുമോ? എന്നെ ബോർഡിൽ എന്റെ പേരും എഴുതി വെച്ച് ആ രൂപത്തിൽ ആളുകൾക്ക് മുമ്പിൽ, മറ്റുള്ള കുട്ടികൾക്ക് മുമ്പിൽ എന്നെ ഇവർ എന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യുമോ? അവസാനം എനിക്ക് ഈ ഒരു സ്കൂളിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ ഈ ഒരു മദ്രസയിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോകേണ്ടി വരുമോ എന്ന് ചിന്തിച്ച് പേടിച്ച് വിറങ്കലിച്ച് നിൽക്കുന്ന സ്ഥിതിഗതികളാണ് ഓരോ അധ്യാപകർക്കും അധികവും ഇന്ന് ഉള്ളത് എന്നതാണ്. ഈ രൂപത്തിലേക്കുള്ള വലിയൊരു മാറ്റമാണ് നമ്മൾ കാണുന്നത്. വലിയൊരു ദുരന്തമാണ് പ്രിയമുള്ളവരെ സത്യത്തിൽ ഇത്. ഈ വിഷയത്തിൽ സലഫുകളുടെ വളരെ സുന്ദരമായ മാതൃകയുണ്ട് നമുക്ക്. മഹാനായ അൽ അസ്മഇ എന്ന് പറയുന്ന ഒരു പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹം ഹാറൂൺ റഷീദ് എന്ന് പറയുന്ന അബ്ബാസിയ ഭരണകൂടത്തിലെ 5ാം ഖലീഫയായ വളരെ പ്രസിദ്ധനായ ഹാറൂൺ റഷീദ് എന്ന ഭരണാധികാരിയുടെ കാലഘട്ടത്തിലാണ് ഉണ്ടായത്. അസ്മഇ എന്ന ഈ പണ്ഡിതനെ ഹാറൂൺ റഷീദ് തൻ്റെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി, ദീൻ പഠിപ്പിക്കാൻ വേണ്ടി, അവർക്ക് ദീനിനെ കുറിച്ചുള്ള മര്യാദകളും മറ്റുമൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി വിളിച്ചു വരുത്തി. അങ്ങനെ ഹാറൂൺ റഷീദിന്റെ മക്കളെ അസ്മഇ റഹിമഹുല്ലാഹ് പഠിപ്പിക്കാൻ. അങ്ങനെ ഒരു ദിവസം വിദ്യാർത്ഥി ഈ ഉസ്താദിന്, അസ്മഇ എന്ന് പറയുന്ന പണ്ഡിതന് ഒളു എടുക്കുമ്പോൾ കാല് കഴുകുന്ന സമയത്ത് മുകളിൽ നിന്നും പാത്രത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഉസ്താദായ അസ്മഇ തന്റെ വിരലുകൾ കൊണ്ട്, കൈകൊണ്ട് കാലിങ്ങനെ കഴുകാൻ. കുട്ടി മുകളിൽ നിന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഈ രംഗം ഹാറൂൺ റഷീദ് കാണാം. എന്തായിരിക്കും അദ്ദേഹം ചെയ്തിട്ടുണ്ടാവും? ഹാറൂൺ റഷീദ് ചെയ്തത് പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വരുന്ന ചിന്തയല്ല, നമ്മൾ ചിന്തിക്കുന്ന കാര്യമല്ല അവിടെ നടന്നത്. ഹാറൂൺ റഷീദ് അവിടെ പറയാണ് അസ്മഇയോട്, അസ്മഇ, താങ്കൾ ചെയ്തത് ശരിയായില്ലല്ലോ. താങ്കൾ സത്യത്തിൽ മുകളിൽ നിന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞ് നിങ്ങളല്ല, നിങ്ങളുടെ കൈ കൊണ്ടല്ല നിങ്ങളെ കാല് കഴുകേണ്ടത്. നിങ്ങളുടെ വിദ്യാർത്ഥിയല്ലേ, അദബ് പഠിപ്പിക്കാൻ വേണ്ടിയല്ല പറഞ്ഞയച്ചത്. ഉസ്താദിനെ ബഹുമാനിക്കാൻ പഠിക്കണ്ടേ? അതുകൊണ്ട് ആ കുട്ടി തന്നെ എന്ത് ചെയ്യണം? ഒരു കൈയിൽ വെള്ളം ഒഴിക്കുമ്പോൾ മറ്റേ കൈയിൽ കാല് കഴുകിത്തരണം. നിങ്ങളുടെ കാലും ആ കുട്ടി തന്നെയാണ് കഴുകിത്തരേണ്ടത്. നിങ്ങളത് ചെയ്യേണ്ടതില്ലായിരുന്നു എന്ന് പറഞ്ഞ് ആ ഒരു അധ്യാപകൻ എന്നുള്ള അധ്യാപകന്റെ വലിയ സ്ഥാനം, ഒരു വിദ്യാർത്ഥി അധ്യാപകനോട് എത്രത്തോളം അനുസരണയുള്ളവനാവണം, അധ്യാപകൻ എത്രത്തോളം ബഹുമാനിക്കണം, അധ്യാപകൻക്ക് ഏത് രൂപത്തിലൊക്കെ സേവനങ്ങൾ ചെയ്തു കൊടുക്കണം എന്നതിനുള്ള ഉദാത്ത മാതൃകയായിട്ടാണ് ആ ചരിത്രം അവിടെ അവസാനിപ്പിക്കുന്നത്. ഇനി ചോദിക്കട്ടെ സഹോദരന്മാരെ, ഈ ഒരു സംഭവം ഇന്ന് നടന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഇന്നാണ് ഇങ്ങനെ ഒരു അധ്യാപകർ ഒരു കുട്ടിയോട് ഇങ്ങനെ ഒന്നും വേണ്ട, കാല് കഴുകി തരാനൊന്നും പറയണ്ട, ഒരു ഗ്ലാസ് വെള്ളം തരാൻ പോലും പറഞ്ഞാൽ ചിലപ്പോൾ രക്ഷിതാവ് വന്നിട്ട് ചോദിക്കും, നിങ്ങൾക്ക് ഇതാണ് ഇവിടെ പണി, എൻ്റെ കുട്ടിയാണ് നിങ്ങൾക്ക് വേലക്കാരനായിട്ട് കിട്ടിയത്, നിങ്ങൾക്ക് പണിയെടുക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് വെള്ളം തരാനാണോ എൻ്റെ മകനെ ഞാൻ പറഞ്ഞയക്കുന്നത്, നിങ്ങൾ പഠിപ്പിച്ചാൽ പോരെ, ഇതൊക്കെ എന്തിനാ എൻ്റെ മകനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്ന രൂപത്തിലാണ് രക്ഷിതാക്കൾ ചോദിക്കുന്നത്. ഇങ്ങനെ അധ്യാപകൻ എന്ന് പറഞ്ഞാൽ കേവലം ഇങ്ങനെ ഒരു യന്ത്രം പോലെ, ഒരു മെഷീൻ പോലെ, ഒരു റോബോട്ട് പോലെ കൃത്യസമയത്ത് ക്ലാസ്സിൽ വരാ, ബെല്ലടിച്ചാൽ പോവാ, ഈ രൂപത്തിലുള്ള ഒരു രൂപത്തിലാണ് അധ്യാപകന്മാരെ ഈ രക്ഷിതാക്കൾ അടക്കം കാണുന്നത്. വിദ്യാർത്ഥികൾ അനുസരണ ഇല്ലാത്തവരായി മാറുന്നതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് രക്ഷിതാവിന്റെ സ്വഭാവം തന്നെയാണ്, ഒരു സംശയമില്ല. രക്ഷിതാക്കൾ തന്നെയാണ് പലപ്പോഴും ഇങ്ങനെയാക്കി മാറ്റുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പറഞ്ഞു കൊടുക്കാൻ കഴിയണം നമുക്ക്. നമ്മുടെ മക്കളോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം, ഇത്തരത്തിലുള്ള ചരിത്രം പറഞ്ഞു കൊടുക്കണം, മര്യാദ നമ്മളും പഠിപ്പിച്ചു കൊടുക്കണം.
നീ പോകുന്നത് നിനക്ക് ഏറ്റവും വലിയ വിജ്ഞാനം നൽകുന്ന, പ്രത്യേകിച്ചും ദീൻ പഠിപ്പിക്കുന്ന അധ്യാപകർ. എല്ലാ അധ്യാപകരും അനുസരിക്കണം. അതിൽ മതമൊന്നും നോക്കേണ്ടതില്ല. എല്ലാ അധ്യാപകരും അനുസരിക്കണം, അത് നിർബന്ധമാണ്. അതിൽ ദീൻ പഠിപ്പിക്കുന്ന അധ്യാപകൻ പ്രത്യേകിച്ചും നല്ല ഗൗരവം കൊടുക്കണമെന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. മഹാനായ അബൂ ഹനീഫ റഹിമഹുള്ളയുടെ ഒരു സംഭവം നമുക്ക് കാണാം. അബൂ ഹനീഫ റഹിമഹുള്ളയെ കുറിച്ച് പറയാണ് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ, വകാന അൽ ഇമാം അബൂ ഹനീഫ ലാ യമുദ്ദു റിജ്ലൈഹി നാഹിയത ബൈതി മുഅല്ലമിഹി ഹമ്മാദ് റഹിമഹുള്ള. അബൂ ഹനീഫ റഹിമഹുള്ളയുടെ ഉസ്താദായിരുന്നു ഹമ്മാദ് എന്ന് പറയുന്ന പണ്ഡിതൻ. അബൂ ഹനീഫയുടെ വീട്ടിൽ നിന്ന് എത്രയോ ദൂരെയാണ് ഈ ഹമ്മാദ് എന്ന് പറയുന്ന ഉസ്താദിന്റെ വീട്. പക്ഷെ നേരെ മുമ്പിലാണ്, കുറെ ദൂരമുണ്ട്. എന്നിട്ട് പോലും തന്റെ മുമ്പിൽ അധ്യാപകനായ ഹമ്മാദിന്റെ വീടാണല്ലോ ഉള്ളത് എന്ന് മനസ്സിലാക്കി ആ വീട്ടിൽ അബൂ ഹനീഫ തന്റെ വീട്ടിൽ പുറം ഭാഗത്ത് ആ വീട്ടിന്റെ സിറ്റ് ഔട്ട് പോലെയുള്ള സ്ഥലങ്ങളിൽ നിൽക്കുന്ന സമയത്ത് കാലിങ്ങനെ നീട്ടിയിരിക്കൂല എന്നാണ്. കാലിങ്ങനെ നീട്ടിയിരിക്കൂല. കാരണം അങ്ങനെ കാല് നീട്ടിയിരിക്കുക എന്നുള്ളത്, എൻ്റെ മുമ്പിൽ എൻ്റെ ഉസ്താദിന്റെ വീടുണ്ടല്ലോ, അപ്പൊ ആ ഉസ്താദിനെങ്ങാലും കണ്ടാൽ ആ ഉസ്താദിനോടുള്ള ഒരു ബഹുമാനക്കുറവായി പോകുമോ എന്ന് കരുതി അദ്ദേഹത്തിന്റെ സ്വന്തം വീട്ടിൽ ഇത്രയും ദൂരെ ഉണ്ടായിട്ട് പോലും കാല് നീട്ടുമായിരുന്നില്ല. അത്രയും ഉസ്താദിനെ ബഹുമാനിച്ചിരുന്നു എന്നാണ് പറയുന്നത്. എത്ര നല്ല മാതൃകയാണ് നമുക്ക് കാണുന്നത്. പക്ഷെ ഇതിന്റെ ഒരു അല്പം പോലും നമ്മുടെ ഇന്നത്തെ വിദ്യാർത്ഥികളിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് വലിയ ഒരു സങ്കടത്തോടു കൂടി മാത്രം നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ രൂപത്തിൽ നമ്മൾ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അറിവ് പകർന്നു നൽകുന്ന അധ്യാപകർ, അതിന് അല്പനേരത്തേക്ക് പകർന്നു നൽകിയതാണെങ്കിലും നമ്മളെക്കാളും പ്രായത്തിന് എത്രയും ചെറിയവരാണെങ്കിലും അധ്യാപകർ നമുക്ക് ഇൽമു നൽകുന്ന ആളുകളെ അനുസരിക്കുക, ബഹുമാനിക്കുക, അവരെ സ്നേഹിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഈമാനിന്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നമുക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെ, നമ്മുടെ വിദ്യാർത്ഥികളെ അധ്യാപകന്മാരെ അനുസരിക്കുന്ന, അവരോട് സ്നേഹമുള്ള, രക്ഷിതാക്കളെ അനുസരിക്കുന്ന നല്ല സ്വഭാവത്തിന്റെ ഉടമകളായ വിദ്യാർത്ഥികളാക്കി അള്ളാഹു മാറ്റുമാറാവട്ടെ. സമൂഹത്തിൽ നടക്കുന്ന പലതരത്തിലുള്ള തോന്നിവാസങ്ങളിൽ അതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കാനും അതിനെതിരെ കഴിയുന്ന രൂപത്തിൽ പറ്റുന്ന വിധം ശബ്ദിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന, കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അള്ളാഹു അവർക്ക് എല്ലാവർക്കും പരിപൂർണമായ ആഫിയത്തും ശമനവും സൗഖ്യവും എല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അള്ളാഹു എളുപ്പത്തിലൂടെ കടങ്ങൾ വീട്ടാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ പണ്ഡിതന്മാർ, പ്രബോധകന്മാർ, സഹോദരി സഹോദരന്മാർ, ഉമ്മമാർ, ഉപ്പമാർ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين.